ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര രണ്ട് ഇന്നിങ്സിലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില താരങ്ങൾ പെട്ടെന്ന് പുറത്തായെങ്കിൽ പോലും 5 സെഞ്ചുറി പിറക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് 5 വ്യക്തിഗത സെഞ്ചുറികൾ സംഭവിക്കുന്നുള്ളത്. അതിൽ 2 സെഞ്ചുറികൾ നേടിയത് ഋഷഭ് പന്ത് എന്ന് പറഞ്ഞ താരമാണ്. നമുക്കറിയാം ഋഷഭ് പന്ത് ഒരുപാട് IPL-ലൊക്കെ മോശം പ്രകടനം കാരണം ഒരുപാട് ട്രോളുകൾക്കും ഒക്കെ വിധേയമായിട്ടുള്ള ഒരു താരമാണ് ഋഷഭ് പന്ത്. നമുക്ക് ഋഷഭ് പന്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ജീവൻ തന്നെ അപകടത്തിലാകാൻ ഉള്ള സാധ്യതയുള്ള ഒരു അപകടത്തിൽ നിന്ന് ഒരു വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം തിരിച്ചു വന്ന ഒരു വരവും എല്ലാം ഒരു മികച്ച ഇത് തന്നെയാണ്. പക്ഷേ IPL-നിടെ നമുക്കറിയാം 27 കോടി രൂപ കൊടുത്തിട്ട് അദ്ദേഹത്തെ ഒരു ടീം എടുക്കുന്നു, ക്യാപ്റ്റനാക്കുന്നു. പക്ഷെ ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും ഒക്കെ അദ്ദേഹം ഒരു വൻ ഫ്ലോപ്പ് ആവുന്ന ഒരു സാഹചര്യം. പക്ഷെ അദ്ദേഹം ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റിന്റെ വൈസ് ക്യാപ്റ്റനായി വരുന്ന ഗില്ല്, പുതിയ നായകനായിട്ട് ഗില്ല് വന്ന സമയത്ത് വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്ത് വരുന്നത് ഒരു മികച്ച പ്രകടനം തന്നെയാണ്. എക്കാലത്തെയും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളായിട്ട് ഋഷഭ് പന്ത് മാറുന്നുണ്ട്. അതിൽ ഈ ഒരു കളിച്ച 2 ഇന്നിങ്സുകൾ ഭയങ്കര പ്രധാനമാണ്. അത് മാത്രമല്ല പന്തിന്റെ ഒരു ട്രേഡ് മാർക്ക് സെലിബ്രേഷനും ഇപ്പോൾ ഭയങ്കര വൈറലാണ്. അപ്പൊ 2ാമത്തെ ടെസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഗവാസ്കർ പറയുന്നുണ്ടായിരുന്നു പന്തിന്റെ അടുത്ത് സെലിബ്രേഷൻ വീണ്ടും നടത്താൻ. അപ്പോൾ പന്ത് വേണ്ട അടുത്ത പ്രാവശ്യം ആവട്ടെ എന്നുള്ള രീതിയിൽ ഒരു ട്രോള് കണ്ടതാണ്. മത്സരം ഞാൻ കണ്ടില്ല, ആ ഒരു ഇതല്ല കണ്ടത്, ട്രോള് കണ്ടത്. അപ്പോൾ ആ ട്രോളിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഇംഗ്ലണ്ട് താരങ്ങൾ, ഇത് കാണുന്ന ഇംഗ്ലണ്ട് താരങ്ങളെ ഇവൻ ഇതുകൊണ്ടൊന്നും നിർത്താൻ തീരുമാനിച്ചിട്ടില്ലേ എന്നുള്ളൊരു സാധനം. അത് വളരെ അസാധാരണ ഒരു ബാറ്റിംഗ് ശൈലിയാണ് അദ്ദേഹത്തിന്റെ. ഒരു സാധാരണ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ നമ്മൾ കാണുന്ന ഒരു ശൈലിയല്ല. അടിക്കുക, അത്യാവശ്യം 6കളും അടിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ 6കൾ നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്നുള്ള റെക്കോർഡ് ധോണിനെ മറികടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മികച്ച ഒരു ലോക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും, അതായത് ഇന്ത്യൻ താരങ്ങളിൽ, ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും കൂടുതൽ 6കൾ നേടുക എന്നുള്ളത് അത് തന്നെ അദ്ദേഹത്തിന്റെ ശൈലിയും കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട്. എന്ത് തോന്നുന്നു പന്തിന്റെ ഈ ഒരു പ്രകടനത്തെ? ഇപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ ഇപ്പം ഇന്ത്യൻ ടീമിന്റെ ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഋഷഭ് പന്ത് എത്രമാത്രം ഒരു മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടീമിന്റെ ഉപനായകന് പറ്റിയ ചെയ്യേണ്ട കടമ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പം ക്യാപ്റ്റൻ ഗില്ല് ഫസ്റ്റ് ഇന്നിങ്സിൽ സെഞ്ചുറി അടിച്ചു, 2 ഇന്നിങ്സിലും സെഞ്ചുറി അടിച്ചിട്ട് ടീമിന് വേണ്ടി എന്താണോ വേണ്ടത്. ഇപ്പം നമുക്ക് ധോണി, നമ്മളിപ്പം ഇന്ത്യൻ ക്രിക്കറ്റിലെ സമീപകാലത്തെ ഒരു ഇതിഹാസങ്ങളെ പറയുമ്പോൾ MS ധോണി എന്നുള്ള പേര് അത് മായ്ക്കാൻ വേണ്ടി പറ്റില്ല, ഒരു മികച്ച നായകനാണ്. പക്ഷേ ധോണിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ധോണി ടെസ്റ്റ് ക്രിക്കറ്റിലായാലും ഏത് ഫോർമാറ്റിലെ നായകനിൽ ഒരു സംശയമില്ല. ധോണി കഴിഞ്ഞിട്ട് ഇപ്പം സമീപകാല ക്രിക്കറ്റിലെ മറ്റു താരങ്ങളൊക്കെ വരുന്നുള്ളൂ നായകനിൽ. അപ്പം പക്ഷേ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിലേക്ക് വരുമ്പോഴേക്ക് അത് പന്ത് ആ സ്ഥാനം പിടിച്ചെടുത്ത് കഴിഞ്ഞു. അതിപ്പം സൈഫ് നേരത്തെ പറഞ്ഞു IPL-ലെ പന്തിൻ്റെ പ്രകടനം അത് നമുക്കറിയാം. IPL-ലും വേഗത ക്രിക്കറ്റിലും ഞാൻ ഈ പന്തിൻ്റെ ഒരു ഫോമിനെ ഇതുവഴി താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് രണ്ടും പന്തിനെ ഇതിനത്രത്തോളം അംഗീകരിക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് നമ്മൾ ഓരോ ഇന്നിങ്സിലും കാണുന്നുണ്ട്, ഓരോ മത്സരങ്ങളും കാണുന്നുണ്ട്. പക്ഷേ ടെസ്റ്റ് ഫോർമാറ്റിലേക്ക് വരുമ്പോഴേക്ക് സമീപകാല ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ പന്ത് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ധോണി പോയി കഴിയുമ്പോൾ നമുക്ക് പല സംശയങ്ങളുണ്ടായി. ധോണിക്ക് മുന്നേയും നമുക്ക് ആരായിരിക്കും കീപ്പർ എന്നുള്ള സാഹ വന്നിട്ടുണ്ടായിരുന്നു. പല താരങ്ങൾ, ജുറലായാലും പല താരങ്ങളും വന്നിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിൽ. പക്ഷേ ഇനി കുറച്ച് നാളത്തേക്ക് ഈ പന്തിന് പരിക്ക് പറ്റിയ ഒരു ഘട്ടം അല്ലാതെ നോക്കിയാൽ പന്ത് തന്നെയാണ് നമ്മുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനിൽ, യാതൊരു സംശയമില്ല. നമ്മൾ മലയാളികൾക്ക് പന്തിനോട് ചിലപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവാറുണ്ട്. മറ്റേ സഞ്ജുവിൻ്റെ ഒരു സ്ഥാനമാണ് പന്ത് അടിച്ചെടുത്തതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് നമ്മൾ നോക്കുമ്പോൾ പന്ത് മറ്റ് ഫോർമാറ്റുകളിൽ ഇപ്പോഴും വീണ്ടും അതൊരു ചർച്ചാ വിഷയമാണ്. ആ ചോദ്യം വാലിഡ് ആണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് ഈ ലിമിറ്റഡ് ക്രിക്കറ്റിൽ വരുമ്പോൾ. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല പന്തിൻ്റെ റോള് തന്നെയാണ് റെഡ് ബോൾ ക്രിക്കറ്റിൽ വരുന്ന സാധനം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 2 ഇന്നിങ്സിലും സെഞ്ചുറി ഇടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് മാറിയിട്ടുണ്ട്. ലോക ക്രിക്കറ്റിലെ 2ാമത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. നമ്മുടെ ബാംഗ്ലൂരിന്റെ കോച്ച് ആൻഡി ഫ്ലവർ, സിംബാബ്വെയുടെ താരം, അദ്ദേഹം നേടിയ. അത് മാത്രമല്ല ഇംഗ്ലണ്ടിനെതിരെ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്നുള്ള റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഈ റെക്കോർഡുകൾ ഈ സേഫ് നേടുന്ന 6ന്റെ റെക്കോർഡ് ഇന്ത്യൻ താരത്തിന്റെ വിക്കറ്റ് കീപ്പറുടെ റെക്കോർഡ് നേടിക്കഴിഞ്ഞു. അപ്പം അത് 6ന്റെ കാര്യം പറയുമ്പോഴാണ് ഇത് നമ്മൾ ശരിക്കും പറയുമ്പോൾ IPL സമയത്തൊക്കെ പറയുന്നുണ്ട് ഇവന് ടെസ്റ്റ് കളിക്കാൻ പറ്റും, ടെസ്റ്റിൽ T20 കളിക്കുന്ന താരം പറയുന്നുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റ് ഏകദിന ഫോർമാറ്റിൽ കളിക്കുന്ന ഒരു താരമായിട്ട് വേണമെങ്കിൽ പന്തിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ഇന്നിങ്സിലും നേരത്തെ ഓസ്ട്രേലിയയിലായാലും പല നിർണായക ഘട്ടങ്ങളിൽ ടീമിന് രക്ഷകനായി മാറുന്ന ഒരു പന്തിനെയാണ് നമ്മൾ കാണുന്നത്.
പലപ്പോഴും മാച്ച് വിന്നിംഗ് ഇന്നിങ്സാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിൻ്റെ ഫലം എന്തോ ആവട്ടെ, അതിലിപ്പം ഇന്ത്യ പരാജയപ്പെടാം, സമനിലയാവാം, ജയിക്കാം, എന്തോ ആവട്ടെ ഫലം, പക്ഷേ പന്തിൻ്റെ ഇന്നിങ്സ് അത് മാറി നിൽക്കുന്നതിൽ ഒരു സംശയമില്ല. 2 ഇന്നിങ്സിനുള്ളിൽ സെഞ്ചുറി, ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് പന്ത് മാറിയിട്ടുണ്ട്. അങ്ങനെ പല പല റെക്കോർഡുകളും പന്തിൻ്റെ പേരിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നാളത്തേക്ക് ഗില്ലിൻ്റെ കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, ഗില്ലിൻ്റെയും പന്തിൻ്റെയും കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുന്നോട്ട് പോകുമ്പോൾ, ടെസ്റ്റ് ടീം മുന്നോട്ട് പോകുമ്പോൾ അതിൽ പ്രധാന പേരുകാരനായിട്ട് പന്ത് ഉണ്ടാവുക യാതൊരു സംശയമില്ല. ആ റോളിന് അദ്ദേഹം അർഹൻ തന്നെയാണ്. അല്ല, ഈ പന്തിന്റെ ബാറ്റിംഗ് ശൈലിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം പലപ്പോഴും അതായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു നമ്മൾ കണ്ട് പരിചയിച്ച ഒരു ശൈലിയല്ല അദ്ദേഹത്തിന്റെ. ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ പുതിയൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബേസ്ബോൾ, ആ ഒരു അടിച്ചു തകർക്കുക എന്നുള്ളൊരു ടെസ്റ്റ് രീതി വരുന്നുണ്ട്. അതിന് ഇന്ത്യ കണ്ടെത്തിയ അതിനേക്കാളും വലിയ മറുപടിയായിട്ട് ഋഷഭ് പന്ത് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇന്നിങ്സിൽ അദ്ദേഹം 6 സെഞ്ചുറി നേടുന്ന ആ ഒരു 6 ഒരു 1 ഹാൻഡഡ് ഷോട്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ആദ്യ ഇന്നിങ്സിൽ പന്ത് ബാറ്റ് ചെയ്യാൻ രണ്ടാമത്തെ ദിവസം ബാറ്റ് ചെയ്യാൻ വന്ന സമയത്ത് കുറച്ച് ഓവറുകൾ, ആ ഒരു മത്സരം പുരോഗമിച്ച് കുറച്ച് സമയം ആയിട്ടേ ഉള്ളൂ, ആ സമയത്ത് പന്ത് പുറകിലേക്ക് ഒരു ഷോട്ട് കളിക്കുന്നുണ്ട്, വീണ് കിടന്നിട്ടുള്ള ഒരു ഷോട്ട് എന്ന് പറയുന്നത്. അതല്ല, വീണ് കിടന്നിട്ട് ആ ഷോട്ട് കളിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ ദിവസം മൊത്തമായിട്ട് ബാറ്റ് അല്ലെങ്കിൽ കുറെ നേരം ബാറ്റ് ചെയ്യുന്ന ആളെ ഇയാൾ ഈ സമയത്ത് തന്നെ ആ വെള്ള ഡ്രസ്സ് നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നുള്ള രീതിയിലുള്ള അതായത് അങ്ങനത്തെ ഷോട്ടുകളാണ് പന്ത് കളിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ പന്തിന്റെ ശൈലീനെ വിമർശിക്കുന്ന ആളുകൾ പലരും ഉണ്ടാവും. എനിക്ക് ഇതല്ല ടെസ്റ്റിന്റെ ശൈലി, ടെസ്റ്റിന് അതിൻ്റെതായ ഒരു സൗന്ദര്യം ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് പന്ത് എടുക്കുന്ന ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു കളിക്കുന്ന ശൈലിയിൽ ഇന്ത്യൻ ടീമിന് റൺസ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു ഇത് തന്നെയാണ്, നല്ല സ്ട്രാറ്റജി തന്നെയാണ്. ഇപ്പോൾ ഈ ബേസ്ബോളിൽ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ബേസ്ബോളിൽ ഒരു അറ്റാക്കിംഗ് ക്രിക്കറ്റാണ് അവർ കൊണ്ടുവരുന്നത്. ഇപ്പം ആദ്യ ഇന്നിങ്സിൽ 12 4ഉം 6 6ഉമാണ് പന്തടിച്ചത്. രണ്ടാം ഇന്നിങ്സിൽ 15 4ഉം 3 6 അടിച്ചിട്ടുണ്ട്. അപ്പം ഇവർ ഒരു ടീമിനെ എങ്ങനെയാണോ ഇംഗ്ലണ്ട് കൊണ്ടുവരുന്നത് ആ രീതി നേരത്തെ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞ ഒരു താരമാണ് പന്ത് എന്ന് പറയേണ്ടി വരും. കാരണം പന്തിൻ്റെ ശൈലി ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അവസാന നിമിഷം പിന്നെ അതിവേഗത്തിൽ റണ്ണ് ഉയർത്തുക, ടീമിന് റണ്ണിൻ്റെ ഉയർത്തുക വരുമ്പം അതിൽ ഇപ്പം നമ്മൾ ഈ രണ്ടാം ഇന്നിങ്സ് പറയുമ്പം മറുവശത്തുള്ള KL രാഹുലിൻ്റെ ക്ലാസ് ഇന്നിങ്സ് ആണ്. അദ്ദേഹം മോശം പന്തുകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചിട്ട് കളിക്കുന്ന രീതിയാണ് വന്നത്. ഒരു ടെസ്റ്റ് ക്രിക്കറ്റിന് ക്ലാസ് ക്രിക്കറ്റ് നമുക്കോട് പറയാം. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നേരെ മറുവശത്താണ് ഇംഗ്ലീഷ് പൗരന്മാരെ തലങ്ങും വിലങ്ങും അടിച്ചിട്ട് പന്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ വീണ് കിടന്നടിക്കുകയാണ്. നമ്മൾ ഡി വില്ലിയേഴ്സിൻ്റെയും മറ്റേ സ്വിച്ച് ഹിറ്റിലൊക്കെ കണ്ട് അതേ ടെസ്റ്റിലേക്ക് വരുമ്പം എങ്ങനെയാണെന്ന് അറിയില്ല, ഇതിലേക്കാണ് ബോൾ പോകുന്ന ഷോട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, വീണ് കിടന്നടിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത് പിന്നെ ഒരു ക്രിക്കറ്റിൽ ടെസ്റ്റ് ആരാധകർ പറയുന്നത് മറ്റൊരു കാര്യമാണ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇങ്ങനെ ഇത്രത്തോളം തിടുക്കം കാണിച്ച് കളിക്കേണ്ടതുണ്ടോ, ഇങ്ങനെ വിക്കറ്റ് വലിച്ചത് അപകടകരമായ ഷോട്ടാണ് പന്ത് കളിക്കുന്നത്, അപകടകരമായ ഷോട്ടാണെന്ന് പറയുന്നത്. പക്ഷേ മറ്റു താരങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പിച്ചുകളിൽ പോലും ഈ അപകടകരമായ ഷോട്ട് കൊണ്ട് റൺ റേറ്റ് ഉയർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ടീമിൻ്റെ ടോട്ടലേക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വേണ്ടത്. അതിൽ യാതൊരു സംശയമില്ലല്ലോ. അപ്പം പന്തിൻ്റെ ഒരു ഇത് നമ്മൾ പന്ത് കുഞ്ഞാവൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കി നടന്നത് താരമാണ്. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ വരുമ്പോൾ കുഞ്ഞാവയല്ല, ഇപ്പം പറഞ്ഞ പോലെ രാജകുമാർ എന്നൊക്കെ കഴിഞ്ഞാൽ ഇതിലൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്, ഗില്ല് രാജാവും പന്ത് രാജകുമാരനുമായി മാറുവാണെന്നില്ല. ആ വിശേഷങ്ങളൊക്കെ എങ്ങനെയാവട്ടെ, പക്ഷേ പന്തിൻ്റെ സ്ഥാനം ഈ 11 അംഗ സ്ക്വാഡിൽ ഉറപ്പാണ്. അത് ഉറപ്പാണെന്നല്ല, അത് വേണം ടീമിൻ്റെ ഈ ഒരു ട്രാൻസ്ലേഷൻ ഘട്ടത്തിൽ. അതിനും ഒരു ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന താരമായിട്ട് പന്ത് മാറിയിട്ടുണ്ട്. ടീമിന് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പന്തിന് പറ്റും, അതിലൊരു സംശയമില്ല. അല്ല, ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 ഇന്നിങ്സിലെയും പന്തിന്റെ ഒരു ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒട്ടും നെർവസ് ആവാതെയാണ് അദ്ദേഹം കളിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ആ സെഞ്ചുറി അടിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള സെലിബ്രേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം അത് നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. പന്ത് ആ ഒരു രീതിയിൽ ആസ്വദിച്ചിട്ട് അങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു തെറ്റ് പറയാൻ കഴിയില്ല. അത് തന്നെയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യൻ ടീമിന്റെ ഈ ഒരു മത്സരത്തിൽ ഇതുവരെയുള്ള ഒരു പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ 2 മത്സരത്തിൽ നമ്മൾ കണ്ടത് വാലറ്റം വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. നമ്മൾ പ്രതീക്ഷിച്ച പല താരങ്ങൾ, കരുൺ നായർ അടക്കം ഒരു കുറച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നമുക്കറിയില്ല എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ട് ലയൺസിനെതിരെ ഡബിൾ സെഞ്ചുറി അടിച്ച താരമാണ്. പക്ഷെ ഒരു ചെറിയൊരു കുറച്ചൊരു നെർവസ് ആ ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് എന്തോ സമ്മർദ്ദത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളത് ആദ്യത്തെ ഒരു മത്സരത്തിൽ മാത്രമേ കാണില്ല. എനിക്ക് യാതൊരു സംശയവുമില്ല കരുൺ നായർ തിരിച്ചു വരും. കരുൺ നായറിന് അവസരങ്ങൾ കിട്ടേണ്ടതുണ്ട്. പണ്ടും നമുക്ക് പറ്റിയതാണ്, 1-2 മത്സരങ്ങൾ വെച്ചിട്ട് ഒരു മത്സരത്തിലേ കളിച്ചുള്ളൂ, ഒരു ട്രിപ്പിൾ സെഞ്ചുറിയേ ഉള്ളൂ, ആ മത്സരത്തിന്റെ റൺ മാത്രമേ ആ പരമ്പരയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാറ്റി നിർത്തപ്പെട്ട ഒരു താരമാണ്. അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു താരമല്ല. ഈ പറഞ്ഞ പോലെ കരുൺ നായരും ഈ ടീമിൻ്റെ ഈ സ്ക്വാഡിൽ വേണം. ഗില്ലിൻ്റെ സ്ക്വാഡിൽ കരുൺ നായരും പന്തും ഈ പറഞ്ഞ പോലെ ജയ്സോളൊക്കെ രാഹുലൊക്കെ ചേരുമ്പോൾ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. അവസരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്, സമയം കൊടുക്കേണ്ടതുണ്ട്.
അത് വരും. സായ് സുദർശന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതെ സായ് സുദർശൻ നമുക്കറിയാം ആദ്യ മത്സരമാണ്, ആദ്യ ഇന്നിംഗ്സിൽ ടക്കായി, അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കരുൺ നായരിനെയും ആദ്യ മത്സരം പറയേണ്ടി 8 വർഷം അതെ ഒരു ആദ്യ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ അദ്ദേഹം ടക്കാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ കുറച്ച് റൺസ് കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കുറച്ചു നേരം ക്രീസിൽ ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ എന്തോ കരുൺ നായർ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഒരു ആദ്യത്തെ ഇന്നിംഗ്സിൽ കരുൺ നായർ ഔട്ടായതിനോട് എനിക്ക് കരുൺ നായരോടൊന്നും ഇല്ലട്ടാ. കാരണം അത് ആ ഒരു ക്യാച്ച് തന്നെയാണ്, ലോലിപോപ്പിന്റെ ആ ഒരു ക്യാച്ച്. അത് അങ്ങനെ ഒരു ക്യാച്ചൊക്കെ എടുത്തു കഴിഞ്ഞാല് ഒന്നും പറയാതെ കേറി പോവാന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അതിനകത്ത്. പക്ഷെ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ അദ്ദേഹം ഔട്ടായ രീതി നമുക്ക് അറിയാം. ആ ഒരു അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഇന്ത്യൻ ടീമിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഋഷഭ് പന്ത് എന്ന് പറയുന്ന ഒരു താരം മികച്ച പ്രകടനം നടത്തുന്നുണ്ട്, ഗില്ല് മികച്ച സെഞ്ചുറി നേടുന്നു, ജയ്സ്വാള് സെഞ്ചുറി നേടി, KL രാഹുൽ നല്ലൊരു ഇന്നിങ്സ് കഴിച്ചു. ഒരു നമ്മൾ പന്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ആദ്യ ഇന്നിംഗ്സിൽ 42 റൺസ് അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 137 റൺസ് സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ഇന്ത്യൻ ബാറ്റർമാരുടെ ഈ ഒരു കിട്ടുന്ന ഒരു ടോപ്പ് ഓർഡറിലുള്ള താരങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഒരു വലിയൊരു സ്കോറിലേക്ക് എത്തിക്കാൻ, എനിക്ക് ആദ്യ ഇന്നിംഗ്സിലൊക്കെ നമ്മളൊരു 550 റണ്ണൊക്കെ നമ്മൾ പ്രതീക്ഷയാണ്, 550, 600 റൺ, ആ ഒരു 550 റൺ എന്തായാലും പ്രതീക്ഷയായിരുന്നു. ഒരു പെട്ടെന്നാണ് ഒരു 40 റൺ എടുക്കുന്ന സമയത്താണ് ഒരു 6-7 വിക്കറ്റ് ഒക്കെ പെട്ടെന്ന്. അതെ, അത് തന്നെ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മളിപ്പോ ഒരു കാര്യം ഈ മാച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ആയതോടുകൂടി പറയാണ്, ഈ താക്കൂറിന്റെ ഒരു സ്ഥാനം എത്രത്തോളം ടീമിൽ. ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സിൽ താക്കൂർ റണ്ണ് സ്കോർ ചെയ്യുന്നില്ല, സെക്കൻഡ് ഇന്നിങ്സിൽ റണ്ണ് സ്കോർ ചെയ്യുന്നില്ല, ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം ബോൾ ചെയ്ത് 6 ഓവർ മാത്രമാണ്. നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു അഭാവം അവിടെ കാണുന്നു. കാരണം പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാൻ കാരണം, മോണെ മോർക്കല് ഇന്ത്യയുടെ ബോളിംഗ് പരിശീലകൻ ഈ ഒരു പരമ്പരക്ക് മുമ്പ് പറഞ്ഞത് നിതീഷ് കുമാർ റെഡ്ഡി കുറച്ചുകൂടി പന്ത് എറിയണം എന്നുള്ള രീതിയിലാണ്. ബുംറക്ക് അനാവശ്യം ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹം 5 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. മാത്രമല്ല 44 ഓവറാണ് ആകെ എറിഞ്ഞിട്ടുള്ളത്. ആ പരമ്പരയിൽ മൊത്തം 5 വിക്കറ്റ്. അതെ ആ ഒരു രീതിയിൽ. അപ്പോൾ അത് ഇന്ത്യൻ ടീമിന് ഒരു തീർച്ചയായും അതിപ്പം ആദ്യ മത്സരത്തിൽ ഇപ്പം എങ്ങനെയാണ് കണ്ട ഈ പിച്ച് 2 ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഓറഞ്ചാണെങ്കിലും ഓൾറൗണ്ടർ ഇതാണെങ്കിലും ഏത് ലെവൽ നോക്കിയാലും നിതീഷ് കുമാറിന് നിലവിലെ അവസ്ഥയിൽ ഒരു ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ താക്കൂർ എറിഞ്ഞ ഒരു 6 ഓവർ നിതീഷിനെ തീർച്ചയായും അത്രയേ ഉള്ളൂ. അതിനേക്കാൾ എന്തായാലും റൺ എടുക്കുന്ന ഉറപ്പായിരുന്നു. അപ്പം അടുത്ത മത്സരത്തിലേക്ക് മാറ്റം വരുമോ എന്നും ഉറപ്പില്ല. കാരണം ഒരു ടീമിന് ഒരു മത്സരം കൊണ്ട് മാത്രം വിലയിരുത്തുന്ന രീതി ആയിരിക്കില്ല ഗംഭീർ കാഴ്ചവെക്കുന്നത്, പുറത്ത് എടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ താക്കൂറിന് പകരം എന്തുകൊണ്ട് കളിപ്പിക്കാൻ പറ്റുന്ന താരം സ്ക്വാഡിലുണ്ട്, നിതീഷ് കുമാർ ഉണ്ട്. അപ്പം നിതീഷിനെ എന്തായാലും തിരിച്ചു വിളിക്കണം, രണ്ടാം മത്സരത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു താരത്തെ അവിടെ വെച്ചിട്ട് ആ താരം 6 ഓവർ എറിഞ്ഞ് മാറി നിൽക്കുന്നു, ആ ഭാരം കൂടി ബൂംറയുടെ തലയിലേക്ക് വരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ തന്നെ ബൂംറയ്ക്ക് ഓവർലോഡ് വരുവാണ്. അത് കുറക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നിതീഷ് കുമാറെ കൊണ്ട് പറ്റും. ഈ രീതിയിൽ എന്തായാലും എടുത്തിട്ട് അടിക്കില്ല ഇംഗ്ലണ്ടുകാർ. ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ 2 ഇന്നിംഗ്സിലും നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ആദ്യ ഇന്നിംഗ്സിൽ 6 ഓവർ എറിഞ്ഞിട്ട് നല്ല തല്ല് വാങ്ങി. ഇനിയിപ്പോൾ ഇന്ന് അവസാന സെഷനിലെ ദിവസത്തിൽ എന്താ സംഭവിക്കുന്നത് കണ്ടറിയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നില്ല കൂടുതൽ ഗില്ല് പന്ത് കൂടെ കൊടുക്കുന്നു തോന്നുന്നില്ല. ഇനി താക്കൂർ തന്റെ റോൾ എന്താണെന്ന് തെളിയിക്കാൻ വേണ്ടി പറ്റുന്നത് ചെയ്യട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മൾ പന്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പന്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ ഒരു വലിയൊരു താഴ്ച, എല്ലാ ട്രോളും ചീത്തവിളിയും വിമർശനങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം തന്റെ റോള് ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്താണെന്നുള്ളത് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹർദിക് പാണ്ഡ്യ കഴിഞ്ഞ IPL സീസണിന് ശേഷം കൂക്കലായിരുന്നല്ലോ മുംബൈ സ്റ്റേഡിയത്തിൽ. അതിനുശേഷം ടിന്നി ലോകകപ്പ് ആയിട്ട് വന്നിട്ട് ഹീറോ ആയിട്ട് വന്നിറങ്ങിയാണ്. അതുപോലെ പന്തിന്റെ 27 കോടി രൂപ പറഞ്ഞാൽ അവസാന മത്സരത്തിൽ മാത്രമേ തുടങ്ങിയ IPL ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നന്നായിട്ട് അതിനേക്കാൾ മോശമായിട്ട് ചീത്തവിളിയൊക്കെ കേട്ട് വരുവാണ്. ഇപ്പം ഈ ഇംഗ്ലണ്ടിലെ പരമ്പരയിൽ ഹീറോ ആയിട്ട് തിരിച്ചു വന്നിട്ട് ആ ഒരു രാജകീയ പന്തിനും കിട്ടട്ടെ നമുക്ക് ആശംസിക്കാം. അതെ എന്തായാലും അടുത്ത മത്സരങ്ങളിലെല്ലാം പന്തിന് തിളങ്ങാനാകട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.